നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റിപ്പോ നിരക്ക് കുറയില്ലെന്ന സാമ്പത്തിക വിദഗ്ധർ. ഉപഭോക്തൃ പണപ്പെരുപ്പം അനുമാനത്തിൽ മാറ്റം വരുത്തുമെന്ന് റിപ്പോർട്ട്. $66,500 കോടി കരാർ നേടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. നിക്ഷേപ ബ്രോക്കറേജ് റഡാറിൽ ഓഹരി. രൂപ വീണ്ടും തകർച്ച നേരിടുമെന്ന് ബ്രോക്കറേജ്. ഓഗസ്റ്റിലെ മൂല്യത്തകർച്ച 1.7% റിസർവ് ബാങ്ക്. അന്താരാഷ്ട്ര വിപണിയിൽ വെള്ളിവില കുതിപ്പിൽ. വില ഔൺസിന് $44 വെള്ളിവിലയുടെ ഇറക്കുമതി നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ. മോദി ട്രംപ് കൂടിക്കാഴ്ച ഉടൻ. ഇന്ത്യ-US ബന്ധം മെച്ചപ്പെടുന്നതായി സൂചന. റഷ്യൻ എണ്ണ ഇറക്കുമതി അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിച്ചേക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ അവസാനിച്ചു. സെൻസെക്സ് 555.95 പോയിന്റ് അഥവാ 0.68% ഇടിഞ്ഞ് 81,159.68 അവസാനിച്ചത്. നിഫ്റ്റി 166.05 പോയിന്റ് അഥവാ 0.66% ഇടിഞ്ഞ് 24,890.85 അവസാനിച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക 0.64% ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 സൂചിക ഇടിഞ്ഞ് 0.57% ഇടിഞ്ഞു. വിശദവിവരങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. തുടർച്ചയായിട്ടുള്ള ഒരു ആറാമത്തെ കോൺസിക്യൂട്ടീവ് സെഷനിലാണ് വിപണി ഇപ്പോൾ ഇടിവിൽ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓപ്പൺ ചെയ്ത ലെവൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 എന്നുള്ളൊരു റേഞ്ച് മറികടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പോഴേക്കും കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് വിപണി വീഴുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ 24,878 എന്നുള്ളൊരു ലോ വരെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24,800, 24,900 എന്നുള്ള പ്രധാനപ്പെട്ട ലെവലുകളൊക്കെ തന്നെ സപ്പോർട്ട് കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ നിന്നും അവസാന മിനിറ്റിലേക്ക് വരുന്ന സമയത്ത് 0.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 24,900 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് തിരിച്ചെത്തുന്ന നിഫ്റ്റിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് 150-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവ് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി അപേക്ഷിച്ച് ഒരല്പം ഇടിവിന്റെ ഇന്റൻസിറ്റി കുറവായിരുന്നു. 0.32% ഒരു ഇടിവാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കൃത്യം 54,976 എന്നുള്ള ഒരു നിലയിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അവസാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് സെൻസെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സും തുടക്കം മുതൽ തന്നെ സമ്മർദ്ദത്തിലായിരുന്നു. 500-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവാണ് സെൻസെക്സിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 0.5% കൂടുതൽ ഇടിവ് സെൻസെക്സിലും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിൽ പ്രധാനമായിട്ടും സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു സെല്ലിംഗ് പ്രഷറിന്റെ പുറത്തു തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആഗോളതലത്തിൽ സംഘർഷങ്ങൾ കാര്യമായിട്ടുള്ള രീതിയിൽ അയവൊന്നും വരുന്നില്ല. യുക്രൈൻ റഷ്യ വാർ ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നു. H1B വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് തുടരുന്ന FII സെല്ലിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് വഴിവെച്ചു. നിക്ഷേപകരെയും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് അവർ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കൂടുതൽ ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് കണക്കുകളും ഡാറ്റകളും നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ജാസ്മിൻ ജമാലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഒക്ടോബറിൽ റിപ്പോ നിരക്ക് കുറയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഉപഭോക്തൃ പണപ്പെരുപ്പ അനുമാനത്തിൽ മാറ്റം വരുത്തുമെന്നും റിപ്പോർട്ട്. ഈ മാസം 29-നും ഒക്ടോബർ 1-നും ഇടയിലാണ് റിസർവ് ബാങ്കിന്റെ ധനനയ യോഗം നടക്കുക. 25 ബേസിസ് പോയിന്റിന്റെ കുറവായിരുന്നു നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്നത്. എന്നാൽ GST പരിഷ്കരണത്തിന്റെ ഫലം വിപണിയിൽ നിന്ന് വരാനിരിക്കുന്നതേയുള്ളൂ. ഇതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും നിരക്ക് കുറയ്ക്കലെന്നാണ് IDFC ഫസ്റ്റ് ബാങ്കിലെ സാമ്പത്തിക വിദഗ്ധ ഗൗര സെൻഗുപ്ത പറയുന്നത്. ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പം 10 ബേസിസ് പോയിന്റ് കുറയുമെന്നാണ് പ്രതീക്ഷ. GST പരിഷ്കരണത്തിന്റെ പ്രതിഫലനം ഇതായിരിക്കുമെന്നും RBL ബാങ്കിലെ ട്രഷറി മേധാവി അൻഷുൽ ചന്ദക് പറഞ്ഞു. അതേസമയം 20 മുതൽ 30 ബേസിസ് പോയിന്റിന്റെ കുറവാണ് ജന സ്മോൾ ഫിനാൻസ് ബാങ്കിലെ ട്രഷറി മേധാവി ഗോപാൽ ത്രിപാഠി പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 66,500 കോടി രൂപയുടെ കരാർ നേടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. നിക്ഷേപ ബ്രോക്കറേജ് റഡാറിൽ ഓഹരി.
97 തേജസ് യുദ്ധവിമാനങ്ങൾക്കുള്ള പ്രതിരോധ കരാറാണ് കമ്പനി നേടിയിരിക്കുന്നത്. വ്യോമസേനയുമായുള്ള ഏറ്റവും വലിയ കരാറാണിത്. MiG-21 വിമാനങ്ങൾക്ക് പകരമെത്തുന്നവയാണ് തേജസ് യുദ്ധവിമാനം. വിമാനങ്ങൾ കമ്പനി 2027 മുതൽ വ്യോമസേനയ്ക്ക് കൈമാറും. മൊത്തം 7 വർഷമാണ് കരാർ കാലാവധിയെന്നും വ്യോമസേന വ്യക്തമാക്കി. അതേസമയം ആഗോള ബ്രോക്കറേജ് കമ്പനിയായ CLSA ഔട്ട് പെർഫോമിംഗ് റേറ്റിംഗ് ഓഹരിക്ക് നൽകി. 5436 രൂപയാണ് ടാർഗറ്റ് വിലയായി പറഞ്ഞിട്ടുള്ളത്. ഇതോടെ ഓഹരികൾ നിക്ഷേപകരുടെ റഡാറിലേക്ക് എത്തിയിട്ടുണ്ട്. 2021 46,898 കോടി രൂപയ്ക്ക് ഓർഡർ ചെയ്ത 83 വിമാനങ്ങളിൽ ഒന്നുപോലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത് നിക്ഷേപകരുടെ ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പരീക്ഷണ പറക്കലുകൾ വിജയകരമായി കമ്പനി പൂർത്തിയാക്കിയതിനാൽ നിലവിൽ വിമാനങ്ങളുടെ വിതരണത്തിൽ കാലതാമസമുണ്ടാവാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രൂപ വീണ്ടും തകർച്ച നേരിടുമെന്ന് ബ്രോക്കറേജ്. ഓഗസ്റ്റിലെ മൂല്യ തകർച്ച 1.7% റിസർവ് ബാങ്ക്. അമേരിക്കൻ ഡോളറിനെതിരെ 89 നിലവാരത്തിലേക്ക് രൂപ താഴുമെന്നാണ് ബ്രോക്കറേജായ കെയർ എഡ്ജിന്റെ റിപ്പോർട്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള US താരിഫ്, H-1B വിസ ഫീസ് വർധന എന്നിവ നിക്ഷേപക വികാരത്തെ സ്വാധീനിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തുകയാണ്. അതിനാൽ കറൻസി വിപണിയിൽ നേരിട്ടുള്ള ഇടപെടലിൽ നിന്ന് റിസർവ് ബാങ്ക് വിട്ടുനിൽക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അസ്ഥിരത വർദ്ധിക്കാനും കൂടുതൽ മൂല്യത്തകർച്ചയ്ക്കും സാധ്യതയുണ്ടെന്നും ബ്രോക്കറേജ് വിലയിരുത്തി. വർദ്ധിച്ചുവരുന്ന ഇന്ത്യ-US താരിഫ് പ്രശ്നം, വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങൽ, ഡോളർ കരുത്താർജിക്കുന്നത് എന്നിവയാണ് വെല്ലുവിളിയായി റിസർവ് ബാങ്കും ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്താരാഷ്ട്ര വിപണിയിൽ കുതിപ്പിൽ വെള്ളിവില. വില ഔൺസിന് $144 വെള്ളിയുടെ ഇറക്കുമതിക്ക് നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ. 2025 വർഷത്തിൽ ഇതുവരെ 56% മുന്നേറ്റമാണ് വെള്ളിവിലയിലുണ്ടായത്. സ്വർണം നൽകിയ നേട്ടം 49%. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വെള്ളി നൽകിയ ഏറ്റവും ഉയർന്ന വരുമാനമാണിത്. 2010-20 കാലയളവിൽ ദുർബലമായ ഡിമാൻഡും മികച്ച ഉൽപ്പാദനവുമാണ് വെള്ളിവിലയിൽ രേഖപ്പെടുത്തിയത്. ഈ സമയത്ത് വില കുറയുകയും ചെയ്തു. എന്നാൽ വെള്ളിയുടെ വ്യാവസായിക ആവശ്യകത വർദ്ധിച്ചതിനെ തുടർന്ന് 2021 മുതൽ സ്ഥിതി മാറുകയായിരുന്നു. അതേസമയം അനിയന്ത്രിതമായി വെള്ളി ആഭരണങ്ങളും മറ്റും രാജ്യത്തേക്ക് വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നത് ശ്രദ്ധയിൽ വന്നതോടെയാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അടുത്ത വർഷം മാർച്ച് 31 വരെ നിയന്ത്രണം തുടരും. FTA വ്യവസ്ഥകൾ മറികടന്നുള്ള ഇറക്കുമതികൾ ആഭ്യന്തര നിർമ്മാതാക്കളെ പ്രതികൂലമായി ബാധിക്കുന്നതും സർക്കാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കേരള വാർത്തകൾ. MSSC എൽസ 3 കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് 1227.62 കോടി രൂപ കരുതൽ ധനമായി കെട്ടിവയ്ക്കണമെന്ന് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവ് ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശം. പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് തടഞ്ഞ ഉത്തരവ് വീണ്ടും നീട്ടി ഹൈക്കോടതി. ടോൾ പുനഃസ്ഥാപിക്കുന്നത് ഈ മാസം 30 പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. സർവീസ് റോഡുകളുടെ കാര്യത്തിൽ സ്ഥിരമായി മോണിറ്ററിംഗ് സംവിധാനം ഉറപ്പാക്കാമെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും കോടതി ടോൾ പിരിവ് വീണ്ടും നീട്ടുകയായിരുന്നു. ആമ്പല്ലൂരിലെയും മുരിങ്ങൂരിലെയും സുരക്ഷാ പ്രശ്നങ്ങൾ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നുവെന്ന് കളക്ടർ കോടതിയിൽ റിപ്പോർട്ട് നൽകി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ മണ്ണെടുത്തു മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തെ സർവീസ് റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കരാർ കമ്പനിയെ അറിയിച്ചെങ്കിലും അതിൽ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതേ തുടർന്നാണ് കോടതി ടോൾ പിരിവ് വിലക്ക് തുടരുമെന്നറിയിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. സ്വർണം ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും കുറഞ്ഞു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 10,490 രൂപയും പവന് 83,920 രൂപയുമായി. വെള്ളിക്ക് 150 രൂപയാണ് ഇന്നത്തെ വിപണി വില. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.